കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. അപ്പോൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും എന്തായാലും തിരക്ക് തന്നെയാണ്. നല്ല തിരക്കാണ്. കൊടിമരം വഴി തന്നെ വിടുന്നത്. കുറച്ച് സമയം മാത്രം ഒന്ന് ഒഴിഞ്ഞു, അപ്പോൾ ഫ്ലൈ ഓവർ കയറ്റി. ബാക്കി സമയമൊക്കെ കൊടിമരം വഴി തന്നെ. ടോക്കൻ്റെയും അത്യാവശ്യം മോശമല്ലാത്ത തിരക്കുണ്ട്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് പോയി തൊഴാം. സുഖമായിട്ടുള്ള ദർശനം കിട്ടും. 4 ഭാഗത്തുനിന്നും സുഖമായിട്ട് തൊഴാം. അത് കഴിഞ്ഞ് ഗോപുരവാതിലൊക്കെ കടന്ന് നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വന്നിട്ട് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറിയിട്ട് ആദ്യം തന്നെ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് തൊഴുക. അങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം വരും നമ്മളെ കണ്ണിലേക്ക്. കാരണം ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തുകയാണ്. പിന്നെ അതിനുശേഷം ഇടയ്ക്ക് ആ തെക്കേ ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് നാരായണി എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ആയിരുന്നു എഴുതിയ സ്ഥലം ഒന്ന് നോക്കി സ്മരിക്കുക അദ്ദേഹത്തെ. അതുപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണുന്ന പോലെ കാണുക. പിന്നീട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ കാണാനുണ്ട്. നല്ല പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ കൈവളകളൊക്കെ ഉണ്ട്, കാൽവളകളുണ്ട്, തോൾവളകളുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ സ്വർണത്തിൻ്റെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. അങ്ങനെ കയ്യിൽ നോക്കുമ്പോഴോ ഓടക്കുഴൽ പിടിച്ച് അങ്ങനെ നിൽക്കണം. ആ പൊന്നുണ്ണിക്കണ്ണൻ മുരളീധരനായിട്ടാണ് അന്നത്തെ ശ്രീലകത്തെ വേഷം. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വേഷം കാണുക. അങ്ങനെ തിരുമുടിമാലകൾ 2 ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളത്, വെളുത്ത പൂവായിട്ടുള്ളത്. വെളുത്ത പൂവിനാണ് കൂടുതൽ. അതുപോലെ തന്നെ ഉണ്ടമാലകളും 2 ആ വെളുത്ത പൂവിന് പ്രാധാന്യം, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. അങ്ങനെ കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം മുന്നൂലം ഭവേഷോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണ് എന്ന് സങ്കല്പിക്കുക എല്ലാവരും. അങ്ങനെ തൊഴുത് നമ്മൾ പതുക്കെ ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ആ ഒരു കല്ല് കാണാൻ, ബലിക്കല്ല്, അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുക. പിന്നീട് തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നീട് തിരിഞ്ഞ് നിന്നാൽ ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. പച്ച ആലിലയിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ ഉണ്ണിക്കണ്ണൻ. അത് കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് വരുമ്പോൾ ഗണപതിയുടെ അവിടെ വരിക, ഗണേശനെ കണ്ട് വന്നിച്ച് തൊഴുക, ഏത്തടുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. കഴിഞ്ഞ് സരസ്വതീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് നേരെ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ മേൽശാന്തിയുടെ അവിടെ വരുമ്പോൾ അർച്ചന പ്രസാദം അവിടെ നിന്ന് വാങ്ങാം. ആ മുന്നൂലം ഭവേഷോദിക്കൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ അടുത്ത ആ ഒരു വാമനാവതാരം കാണാം. ഗജേന്ദ്ര മോക്ഷം കാണാം. അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. കൃഷ്ണൻ്റെ അവിടെ ഒരു തുളസിമാല മാത്രമുണ്ട്. പിന്നെ അങ്ങനെ മുരുകനെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ
യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അതിന് ശേഷം ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ അതിന് ശേഷം കുറച്ച് പടിഞ്ഞാട്ട് നീങ്ങിയാൽ ആ ചുമരിൻ്റെ മുകളിലുള്ള താമരക്കണ്ണൻ്റെ രൂപം കണ്ട് തൊഴാം. അങ്ങനെ അതിന് ശേഷം കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ അപ്പുറത്ത് മണിക്കിണർ കാണാം, കണ്ട് തൊഴാം. പിന്നെ അവിടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് നോക്കിയാൽ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണ കാണാം, അത് കണ്ട് തൊഴാം. നൃത്താറയിൽ നോക്കിയിട്ട് തൊഴാം. പിന്നെ ആ കൊടിമരത്തിൻ്റെ അവിടെ ആ ഓവിൻ്റെ അവിടെ വന്ന് നോക്കിയാൽ നമ്മളെ കൊടിമരത്തിൻ്റെ തലപ്പ് ഇങ്ങനെ കാണാം കേട്ടോ. അത് കണ്ട് പ്രണമിക്കാം ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, നാലമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് കിഴക്ക് വശത്തേക്ക് നോക്കിയൊക്കെ കൊണ്ടു, അപ്പോൾ കാണാൻ കഴിയും. അങ്ങനെ നമ്മളെ കുറൂരമ്മേനൊക്കെ കണ്ട് തൊഴുത് നാരദരെയൊക്കെ കണ്ടു. അതേപോലെ ആ വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ അനന്തനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വടക്കേ നടയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. ആ ഭഗവതിയുടെ അടുത്ത് വന്നിട്ട് കണ്ട് തൊഴുക. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളും. നല്ല അതീവ സുന്ദരിയായിട്ടാണ് അമ്മ നമ്മളെ കാത്തിരിക്കുന്ന ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് പോരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞു നിന്ന് മമ്മിയൂർക്ക് നോക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സാ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ ധ്യാനിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ പ്രതീതിയാവും. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ അവിടെ വരുന്ന വീണ്ടും ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളെ മുരളീധരനെ ഒന്നുകൂടി കണ്ടു തൊഴാം. അതിനുശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാലും അവിടെയും കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് പ്രണമിച്ച് അടുത്തതായി അയ്യപ്പൻ്റെ അവിടെ വരിക. അയ്യപ്പൻ്റെ അവിടെയും ഒക്കെ കണ്ട് തൊഴുക. അവിടെ അത്യാവശ്യമൊക്കെ തിരക്കാണ്. ചോറൂണുകാരുടെ തിരക്കൊക്കെ ഇപ്പോൾ ചോറൂണുകാരൊക്കെ വിടുന്നത് അയ്യപ്പൻ്റെ അതിലൂടെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുണ്ട്. ആദ്യമൊക്കെ രാവിലെ മാത്രമാണ് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ചോറൂണിൻ്റെ ദർശനമൊക്കെ അയ്യപ്പൻ്റെ അതിലെയാണ്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവരൊക്കെ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതേപോലെ ടോക്കനൊക്കെ വരുന്നത് പണ്ടത്തെ സീനിയർ സിറ്റിസൻ്റെ വരിയിലൂടെയാണ്. അതായത് അയ്യപ്പൻ്റെയും കുറച്ച് അപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അതിന് തിരയാൻ നിൽക്കേണ്ട അവിടെയാണ്. അങ്ങനെ നമ്മളവിടെ ദർശനമൊക്കെ കഴിഞ്ഞ് അയ്യപ്പനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലെത്തിയിട്ട് ആ വേണുഗോപാലിനെ കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നീട് ഒന്നും കൂടി പുറകുവശത്തേക്ക് ഇറങ്ങി നിന്നാൽ ആ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ തെക്കേ നടയിലേക്ക് വരുന്നു. തെക്കേ നടയിലെത്തിയിട്ട് ആ ഗോവളത്തിനെ ഒന്ന് വലം വെച്ച് ആ മഹേശ്വരനെ ഒന്ന് വന്ദിക്കുക. അപ്പോൾ ആ മഹേശ്വരൻ്റെ ആ പാർവതീദേവിയുടെയൊക്കെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പനും അമ്മയും നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.